ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മർഡർ 3 എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫാഷൻ ഫോട്ടോഗ്രാഫറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ നായകനായ വിക്രമിനെയാണ്. അവൻ തന്റെ ബെഡ്റൂമിലിരുന്നു കൊണ്ട് തന്റെ ഗേൾ ഫ്രണ്ട് റോഷ്നിയുടെ ഒരു വീഡിയോ കാണുന്നു. അവൾ അവളുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്നും പോയതാണ്. ഞാൻ നിന്നെ വിട്ടിട്ട് എന്നേക്കുമായി പോവുകയാണെന്നാണ് അവൾ അവനോട് അതിൽ പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കവയ്യാതെ അവൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. പെട്ടെന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. ഏകദേശം 1.25 വർഷത്തിന് മുമ്പ് ഇവർ രണ്ടുപേരും സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നതും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും. റോഷ്നി ഒരു ആർക്കിടെക്ട് ആയിരുന്നു. അവളുടെ കരിയർ സൗത്ത് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിക്രം ആകട്ടെ എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പല കമ്പനികളിലും അവന്റെ കരിയർ വളർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു രീതിയിലും നടന്നില്ല. അവസാനം അവൻ ഇന്ത്യയിലെ മുംബൈയിലുള്ള ഒരു കമ്പനിയിലേക്ക് താനെടുത്ത കുറച്ച് ഫോട്ടോസ് അയച്ചപ്പോൾ അവിടെ നിന്നും അവനൊരു ജോബ് ഓഫർ വരുന്നു. എന്നാൽ റോഷ്നിയെ വിട്ടിട്ട് അവന് പോകാൻ ഒട്ടും മനസ്സിലായിരുന്നു. അവൻ റോഷ്നിയോട് പറയുന്നുണ്ട്, മുംബൈയിൽ ഓഫർ കിട്ടിയിട്ടും എനിക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാവും. നിന്റെ കരിയർ ഇവിടെയാണ്. ഞാനതുകൊണ്ട് ആ ഓഫർ റിജക്ട് ചെയ്യുക. ഇത് കേട്ടപ്പോൾ റോഷ്നിക്ക് അവനോട് ഒരുപാട് ഇഷ്ടം തോന്നി. എനിക്ക് വേണ്ടിയിട്ട് നീ ആ ഓഫർ കളയണ്ട എന്നും ഞാൻ ഇവിടെ നിന്നും നിന്റെ കൂടെ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ആകാമെന്നും അവള് പറയുന്നു. എനിക്ക് അവിടെയാണെങ്കിലും വർക്ക് ചെയ്യാമല്ലോ. ഇത് കേട്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വിക്രമും റോഷ്നിയും മുംബൈയിലെത്തുകയും വിക്രം ആ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ വലിയ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് അവരവർക്ക് വേണ്ടിയിട്ടൊരു വീടും കണ്ടെത്തുന്നു. കുറച്ച് പഴയ വീടായിരുന്നു അത്. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. റോഷ്നി തന്നെ വിട്ടിട്ട് പോയത് കാരണം അവനാകട്ടെ ആകെ തകർന്നിട്ട് മദ്യത്തിനടിമയായി മാറിയിരുന്നു. ദിവസവും ബാറിൽ പോയിരുന്ന് മദ്യപിക്കുക പതിവായിരുന്നു. അവന്റെ ആ അവസ്ഥ അവിടെ ജോലി ചെയ്തിരുന്ന നിഷ എന്ന് പറയുന്ന പെൺകുട്ടി ശ്രദ്ധിക്കുന്നു. അവൻ വലിയ ദുഃഖത്തിലാണെന്നും ഒറ്റയ്ക്കാണെന്നും അവൾക്ക് മനസ്സിലായി. അവൾ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് ആരുമായിട്ടോ വഴക്കിട്ടിട്ട് അവൻ തറയിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും അവൾ അവനെ എടുത്തുകൊണ്ടു പോകുന്നു. തന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി തന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും അന്ന് രാത്രി അവനെ അവിടെ തങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന് ബോധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് താൻ നിഷയുടെ വീട്ടിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അവൾക്കൊരു താങ്ക്സ് പോലും പറയാതെ അവൻ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. റോഷ്നി അവനെ വിട്ടിട്ട് പോയതോടുകൂടി അവൻ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയായി. അവളെ തരാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഈ വിഷമങ്ങളെല്ലാം തന്റെ ബോസും കൂട്ടുകാരനുമായ വ്യക്തിയോട് അവൻ പറയുന്നു. അയാൾ പറയുന്നു, ഇത്രയും ദിവസം നീ റോഷ്നി അന്വേഷിച്ചില്ലേ? ഇനി നീ അവളെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളെ മറന്നിട്ട് നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാ നല്ലത്. അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ നിന്നെ ഇട്ടിട്ട് പോയത്. വീഡിയോ മെസ്സേജ് വരെ നിനക്ക് തന്നിട്ടാ പോയത്. അപ്പം പിന്നെ ഇനി അവളെ തേടി പോകാത്തത് തന്നെയാ നിനക്ക് ബെറ്റർ. അതാണ് നല്ലതെന്ന് വിക്രമനും തോന്നി. അവൻ നിഷയെ പിന്നീട് കണ്ടപ്പോൾ അവളോട് സോറി പറയുന്നു. അന്ന് തന്നെ സഹായിച്ചിട്ടും വീട്ടിൽ നിന്നും പോയപ്പോൾ ഒരു താങ്ക്സ് പോലും പറയത്തതിന്റെ പേരിൽ. അതുകൊണ്ട് അവൻ അവളെ ഒരു ഡിന്നറിന് ക്ഷണിക്കുന്നു. എന്നാൽ തനിക്ക് ജോലിയുണ്ടെന്നും ഇപ്പൊ വരാൻ പറ്റില്ല എന്നും അവൾ പറയുന്നു. അവളുടെ ജോലി തീരുന്നിടം വരെ അവൻ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാ സ്റ്റാഫുകളും പോയി കഴിയുമ്പോൾ അവരൊരുമിച്ച് അവിടെ വെച്ച് തന്നെ ഡിന്നർ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്തെല്ലാം തന്നെ അവർ കൂടുതൽ എടുക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഒരു ദിവസം നിഷയും കൂട്ടി അവൻ തന്റെ വീട്ടിലേക്ക് വരുന്നു. തന്റെ ബെഡ്റൂമിൽ കണ്ണാടിയുടെ മുൻപിൽ അവളെ നോക്കി നിൽക്കുമ്പോൾ അവളെ കിസ് ചെയ്യാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ അവന് തോന്നി. അങ്ങനെ അവിടെ വെച്ച് അവർ കൂടുതൽ എടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസമെല്ലാം തന്നെ വിക്രമിന്റെ കൂടെ നിഷ അവന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഒരു ദിവസം വിക്രമിന്റെ വീട്ടിലേക്ക് കബീർ എന്ന പോലീസുകാരൻ വരുന്നു. റോഷ്നിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് അയാളായിരുന്നു. റോഷ്നിയെ കാണാനില്ല എന്നുള്ള കംപ്ലൈന്റ് കൊടുത്തത് വിക്രം തന്നെയാണ്. എന്നാൽ കബീർ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ നിഷയെ കണ്ടിട്ട് അവനൊന്ന് ഞെട്ടി. കാരണം പണ്ട് നിഷയും കബീറും ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് കബീർ നിഷയെ പ്രപ്പോസ് ചെയ്തതുമാണ്. എന്നാൽ അവൾ റിജക്ട് ചെയ്തു. അവര് വിക്രമിനോട് സംസാരിച്ച ശേഷം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോൾ നിഷ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് റോഷ്നി ആരാണെന്ന്. അവൻ റോഷ്നിയെ പറ്റി സംസാരിക്കുന്നു. തന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്നും പറയുന്നു. അങ്ങനെ ഒരു ദിവസം നിഷയാകട്ടെ ബാത്ത് ടബിൽ കുളിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ ഓളങ്ങൾ വരാൻ തുടങ്ങി. ഇതെവിടെ നിന്നാ വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ പേടിച്ച് ബാത്ത് ടബിൽ നിന്നും ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റും പോയി. ഇതെന്തോ പ്രേതബാധയാണെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. അവൾ അങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുമ്പോഴേക്കും വിക്രം വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. പിറ്റേന്ന് നിഷ ജോലിക്ക് പോകാൻ നേരം അവിടെ കബീർ വന്ന ശേഷം അവളോട് പറയുന്നുണ്ട്, നീ വിക്രമിന് കൂടെ താമസിക്കുന്നത് ശരിയല്ല. നീ വിചാരിക്കുന്ന പോലെ അവനത്ര പാവമൊന്നുമല്ല. റോഷ്നിയുടെ മിസ്സിംഗ് കേസിൽ അവൻ എന്തോ കൈയുണ്ട്. എന്നാൽ വിക്രമിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് നിഷ പറയുന്നു. പിറ്റേ ദിവസം നിഷ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്തബിന്റെ അടുത്ത് എത്തിയെങ്കിലും അവൾക്ക് അതിൽ കുളിക്കാൻ ധൈര്യമുണ്ടായില്ല. അത് കാരണം അവൾ ഷവറിൽ കുളിക്കുന്നു. ചെറു ചൂടുവെള്ളത്തിലായിരുന്നു അവൾ കുളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വെള്ളത്തിന്റെ ചൂട് കൂടി അവളുടെ ദേഹം പൊള്ളി. അവളുടെ ബാക്ക് നല്ല പോലെ റെഡ് കളർ ആയിരുന്നു. അവൾ ഇറങ്ങി വാഷ് ബേസിന്റെ അടുത്തേക്ക് വരുമ്പോ അതിനുള്ളിൽ നിന്നും വിചിത്രമായ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. കുറച്ചുനേരം ശ്രദ്ധിച്ചിരുന്നപ്പോ അവൾക്ക് പേടിയാകാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് അവളുടെ ബെഡ്റൂമിൽ അങ്ങനെ നടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ അടിയിൽ നിന്നും അവിടെ ബെഡ്റൂമിൽ വെച്ചിരുന്ന ഒരു ചെടിയുടെ ഉള്ളിൽ നിന്നും അവൾക്കൊരു മാല കിട്ടുന്നു. അതിന്റെ ലോക്കറ്റ് ആകട്ടെ ഒരു താക്കോലുമായിരുന്നു. കണ്ടപ്പോ അവൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ തന്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾ അത് തന്റെ കഴുത്തിൽ അണിയുന്നു. അവളത് കഴുത്തിലേക്ക് ഇട്ടതും പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് പോയി. കൂടെ വിചിത്രമായ സൗണ്ടുകളും ആ റൂമിൽ പലയിടത്തു നിന്നും കേൾക്കാൻ തുടങ്ങി. ഇതെന്തോ പ്രേതബാധയാണെന്ന് അവൾ ഉറപ്പിച്ചു. ഇനി റോഷ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രേതമാണോ എന്ന് പോലും അവൾ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് രാത്രി വിക്രം തിരിച്ചു വരുമ്പോ അവൾ ആ സംഭവങ്ങളെല്ലാം അവനോട് പറയുന്നു. ഇവിടെ എന്തോ പ്രേതബാധയുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന്. അവൾ ആ വാഷ് ബേസിന്റെ അടുത്ത് പോകുമ്പോ അവനും ആ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാൽ അത് പ്ലംബിംഗിന്റെ എന്തോ
പ്രശ്നമാണെന്നാണ് അവൻ പറയുന്നത്. അല്ലാതെ ഈ വീട്ടിൽ പ്രേതവും ഭൂതവും ഒന്നും തന്നെയില്ല, ഇതൊക്കെ നിന്റെ തോന്നല് മാത്രമാ. അതിനിടെ പോലീസുകാർക്ക് കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ നോക്കിയിട്ട് പറയുന്നുണ്ട് അത് റോഷ്നിയല്ല എന്ന്. വീട്ടിലെത്തിയ വിക്രം നിഷയോട് പറയുന്നുണ്ട് അത് റോഷ്നിയല്ല എന്ന്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. നിഷയാകട്ടെ ബെഡ്റൂമിലെ മിററിലേക്ക് നോക്കുമ്പോൾ ആ മിററിനപ്പുറത്തു നിന്നും റോഷ്നി വലിയ രീതിയിൽ ഒച്ചയെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെയാണ് മൂവിയുടെ ഇന്റർവെൽ. വീണ്ടും വിക്രമിന്റെയും റോഷ്നിയുടെയും ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മുംബൈയിലേക്ക് താമസം മാറിയ ശേഷം അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരൊരു ദിവസം വിക്രമിന്റെ ബോസിന്റെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ വെച്ച് ഇടയ്ക്ക് വിക്രമിനെ കാണുന്നുണ്ടായിരുന്നില്ല. റോഷ്നി അവനെ അന്വേഷിച്ച് പോകുമ്പോഴാകട്ടെ ഒഴിഞ്ഞൊരു സ്ഥലത്തായിട്ട് വിക്രം അവന്റെ മോഡല് നയോമി എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ റോഷ്നിക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവൻ നയോമിയെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ദിവസം റോഷ്നിയാകട്ടെ കുറച്ച് പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രമിന്റെ സെറ്റിലേക്ക് ചെല്ലുന്നു. വിക്രം എവിടെയെന്ന് ബോസിനോട് ചോദിക്കുമ്പോൾ അവൻ ക്യാരവാനിലുണ്ടെന്ന് പറയുന്നു. അവൾ ക്യാരവാനിലേക്ക് ചെന്ന് കയറുമ്പോഴാകട്ടെ വിക്രമും നയോമിയും ചേർന്നിരുന്ന് മദ്യപിക്കുന്നതാണ് അവൾ കാണുന്നത്. റോഷ്നിയുടെ സംശയങ്ങൾ വീണ്ടും കൂടാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം അവന്റെ ഫോണിൽ നയോമിയുടെ ഒരുപാട് മെസ്സേജുകളും അവൾ കണ്ടെത്തുന്നു. അത് വിക്രമിനെ കാണിച്ചുകൊണ്ട് അവൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നയോമി എന്റെ മോഡല് മാത്രമല്ല എന്റെ നല്ല ഫ്രണ്ട് ആണെന്നും അതുകൊണ്ട് അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ എന്താ തെറ്റെന്നും അവൻ ചോദിക്കുന്നു. നീ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, ആരോടൊപ്പമാണ് എന്നൊക്കെ അവൾ എന്തിനാ ചോദിക്കുന്നത്? അവൾക്കത് അറിയേണ്ട കാര്യം എന്താ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവസാനം അതിന്റെ പേരും പറഞ്ഞ് അവർക്കിടയിൽ ചെറിയ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നീ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കുകയാണ്, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ, എനിക്ക് നയോമിക്കും ഇടയിൽ ഒന്നും തന്നെയില്ല. എല്ലാം കേട്ട് റോഷ്നി പറയുന്നുണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാ ഇപ്പോഴും നിന്റെ കൂടെയുള്ളത്. എന്തെങ്കിലും ഒരിക്കൽ നീ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അന്ന് ഞാൻ നിന്നെ വിട്ടിട്ട് പോകും. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. നിനക്കെന്നെ നന്നായിട്ട് അറിയാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും. എന്റെ മനസ്സിന് എത്ര വേദന ഉണ്ടെങ്കിലും ഞാനത് ചെയ്തിരിക്കും. പിന്നീട് റോഷ്നി ആകട്ടെ ഒരു ബ്രിട്ടീഷ് വനിതയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ ആ വീട് വാങ്ങിയത് അവരുടെ കയ്യിൽ നിന്നായിരുന്നു. വിക്രമിനെ ഞാൻ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടാവുകയില്ലയോ എന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. എത്രത്തോളം അവൻ ഇമ്പോർട്ടന്റ് ആണെന്നും എനിക്ക് അറിയണം. അതിനൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇത് കേട്ടതും അവര് പറയുന്നുണ്ട് അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഈ വീട് ഒരുപാട് പുരാതന കാലത്ത് നിർമ്മിച്ചതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അന്ന് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രഹസ്യമുറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളെയും കൂട്ടി അവരാകട്ടെ റോഷ്നിയുടെയും വിക്രമിന്റെയും ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന മിററിന്റെ ബാക്കിലായിട്ടാണ് ആ രഹസ്യമുറി ഉള്ളതെന്ന് അവർ പറയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന ബുക്ക് ഷെൽഫുകളിൽ നിന്നും ബുക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു കീ ഹോൾ കാണാം. അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ എടുത്തിട്ട് ആ ഹോളിലേക്ക് ഇട്ടിട്ട് ആ രഹസ്യമുറി തുറക്കുന്നു. ആ കണ്ണാടിയോട് ഘടിപ്പിച്ചിരുന്ന ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും റോഷ്നി ഞെട്ടിപ്പോയി. ഇവിടെ ഇങ്ങനൊരു മുറിയുള്ള കാര്യം അവൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അതിനുള്ളിൽ ഒരു ബെഡും ഒരു ടോയ്ലറ്റും വാഷ് ബേസിനും ഉണ്ട്. മാത്രമല്ല ഡൈനാമയുടെ സഹായത്തോടു കൂടി അവിടുത്തെ ലൈറ്റ് കത്തുകയും ചെയ്യും. ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ നിന്ന് ഈ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുറി ആർക്കും കാണാൻ പറ്റില്ല. മറിച്ച് ഈ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബെഡ്റൂം മുഴുവൻ നന്നായിട്ട് കാണാം. അതായത് ആ ബെഡ്റൂമിലെ മിറർ എന്ന് പറയുന്നത് ഒരു 2-way മിറർ ആണ്. ഈ രഹസ്യമുറിയിൽ നിന്നും ബെഡ്റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണില്ല. വിക്രമിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അവനെ നിരീക്ഷിക്കണമെങ്കിൽ നിനക്ക് ഈ മുറി യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് റോഷ്നിക്ക് തോന്നുന്നു. അവരുടെ കയ്യിൽ നിന്ന് അവൾ ആ താക്കോലും വാങ്ങുന്നു. അവരിവിടെ നിന്നും ലണ്ടനിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ താക്കോൽ അവളെ ഏൽപ്പിച്ചിട്ട് അവര് പോയി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ റോഷ്നി ആലോചിക്കുന്നുണ്ട് വിക്രമിനെ എന്നോട് എത്രയധികം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് അവനെ ഒന്ന് പറ്റിച്ചാലോ എന്ന്. അവൾ തന്റെ ഫുൾ സാധനങ്ങളും എടുത്തിട്ട് ആ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയാണെന്നും ഞാൻ നിന്നെ വിട്ട് എന്നേക്കുമായി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ. ഇതേ വീഡിയോ തന്നെയാണ് മൂവിയുടെ തുടക്കത്തിൽ വിക്രം കാണുന്നതായിട്ട് കാണിക്കുന്നതും. വിക്രം വരാൻ സമയമായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് സാധനങ്ങളും എടുത്ത് റൂമിലേക്ക് കയറി. എന്നാൽ അവളുടെ കയ്യിൽ നിന്നും അറിയാതെ ആ താക്കോലാകട്ടെ ആ ചെടിച്ചിട്ടിയുടെ ഉള്ളിലേക്ക് വീണിരുന്നു. അതവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കണ്ണാടിയുടെ ബാക്കിലുള്ള ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറിയ ശേഷം ഡോർ ക്ലോസ് ആക്കുകയും ചെയ്തു. വിക്രം അവിടേക്ക് വന്നിട്ട് അവളെ അന്വേഷിക്കുന്നു. അവിടെ എങ്ങും തന്നെ വിളിച്ചിട്ട് റോഷ്നിയെ കാണാത്ത കാരണം അവൻ ആകെ ടെൻഷനിലായി. അവിടെ അവള് അവന് വേണ്ടി വെച്ചിരുന്ന പേപ്പറിലാകട്ടെ വീഡിയോ നോക്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതും അവൻ ആകെ തകർന്നു. അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു അവൻ. എല്ലാം തന്നെ ഉള്ളിലിരുന്ന് റോഷ്നി കാണുന്നുണ്ട്. അവന് തന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി മതി, അവനെ വിഷമിപ്പിക്കേണ്ട കാര്യമല്ല, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാം. അങ്ങനെ മുറി തുറക്കാൻ വേണ്ടിയിട്ട് താക്കോൽ എടുക്കാൻ നോക്കുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. തന്റെ കയ്യിൽ നിന്നും ആ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവൾക്ക് ആ മുറിക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല. അവളാകട്ടെ ആ ഗ്ലാസ്സിലെല്ലാം വന്ന് ഇടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും വിക്രമിനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് താൻ ഇവിടെ പെട്ടുപോയെന്ന്. എന്നാൽ ആ മുറിക്കുള്ളിൽ നിന്ന് ഒരു സൗണ്ട് പോലും പുറത്തേക്ക് കേൾക്കില്ലായിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന കസേര എടുത്തിട്ട് ആ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാരണവശാലും അത് പൊട്ടില്ല. തന്റെ ബാഗിലുണ്ടായിരുന്ന വേറെ കീയൊക്കെ വെച്ചിട്ട് അവൾ ആ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിഫലമായി. അവൾ അവനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ സിഗ്നൽ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും അറിയില്ല. കുറെ നേരം റൂമിൽ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അവൾക്ക് ദാഹിക്കാൻ തുടങ്ങി. അവൾ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മുഴുവൻ അഴുക്ക് വെള്ളമായിരുന്നു. അവൾക്ക് കുടിക്കാനേ സാധിച്ചില്ല. കഴിക്കാൻ പോലും അവൾ
അവളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിശപ്പും ദാഹവും അവളെ വല്ലാതെ തളർത്തി. നല്ല വെള്ളം വരാത്ത കാരണം അവൾ ആ പൈപ്പ് ലൈനിൽ ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ആ വാഷ് ബേസിനിലെ വെള്ളത്തിലാകട്ടെ ഓളങ്ങൾ വരുന്നതായിട്ട്. താൻ ഇവിടെ നിന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ബെഡ്റൂമിനുള്ള ബാത്റൂമിലെ വാഷ് ബേസിനിലാകട്ടെ ഓളങ്ങൾ വരും. അങ്ങനെയെങ്കിൽ അതിന്റെ സഹായത്തോടെയെങ്കിലും താൻ ഇവിടെ പെട്ടുപോയെന്നുള്ള കാര്യം വിക്രമിനെ അറിയിക്കണം. എന്നാൽ വിക്രം അവിടെ വന്ന് നിൽക്കുന്നെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരുപാട് തവണ ശ്രമിച്ചു. അവൻ ആകെ തകർന്നു നിൽക്കുന്ന കാരണം ഇതൊന്നും തന്നെ അവന് ശ്രദ്ധിക്കാനേ തോന്നിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ അവസ്ഥ മോശമായി വരികയായിരുന്നു. കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ അവൾ ആകെ ടയേർഡായി. ഇവൾ ഗതികിട്ട് അവൾ ആ ചീത്തയായ വെള്ളം വരെ കുടിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് വിക്രം നിശയുമായിട്ട് അടുക്കുന്നതും അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. വീട്ടിലെത്തി അവളുടെ കൂടെ കിടക്ക പങ്കിടുന്നതെല്ലാം തന്നെ റോഷ്നി ഉള്ളിൽ നിന്ന് കാണുന്നു. അതവളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. ഇനി ആ സീനുകളെല്ലാം തന്നെ ഒന്നുകൂടി കാണിക്കുകയാണ്. നിശ കുളിക്കുന്ന സമയത്ത് ബാട്ടബില് വന്ന ഓളങ്ങളും അവൾ വാഷ് ബേസിന്റെ അടുത്ത് നിന്ന് കേട്ട സൗണ്ടുകളും എല്ലാം തന്നെ റോഷ്നി ഉണ്ടാക്കിയതായിരുന്നു. ഇങ്ങനെയെങ്കിലും താൻ ഇവിടെ ഉണ്ടെന്ന് അവൾ നിശയെ അറിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യുന്നതും ഓണാക്കുന്നതും അവളുടെ ഷവറിൽ ചൂടുവെള്ളം വരുത്തിയതും എല്ലാം തന്നെ റോഷ്നിയുടെ പണിയായിരുന്നു. പിന്നീട് റോഷ്നി അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഭിത്തി തുറക്കാൻ ആരംഭിച്ചു. എന്നാൽ തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനുള്ളിൽ ലോഹമാണെന്ന് അവൾ കണ്ടെത്തുന്നത്. ഇനി ആ ലോഹം തുറക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. വീണ്ടും കഥ പ്രസന്റിലേക്ക് വരുന്നു. നിശയാകട്ടെ ആകെ ടെൻഷനിലായിരുന്നു. ആ സൗണ്ടുകൾക്ക് പിന്നിലുള്ള രഹസ്യം അവൾക്ക് കണ്ടെത്തണം. അവൾ വീണ്ടും ആ വാഷ് ബേസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിൽ വെള്ളം തുറന്നു വിട്ട് നിർത്തിയ ശേഷം അവൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പെട്ടെന്ന് റോഷ്നി ഉള്ളിൽ നിന്നും ആ പൈപ്പിൽ തട്ടാൻ ആരംഭിച്ചു. ഒരോളം വന്നെങ്കിൽ അതിനർത്ഥം ഉണ്ട് എന്നാണ്. നീ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ റോഷ്നി അതിൽ തട്ടുന്നില്ല. അതിനർത്ഥം അല്ല എന്നായിരുന്നു. നീ റോഷ്നിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓളങ്ങൾ ഉണ്ടാക്കുന്നു. നീ എവിടെയെങ്കിലും ട്രാപ്പായിട്ടിരിക്കുകയാണോ? വീണ്ടും ഓളങ്ങൾ വരാൻ തുടങ്ങി. റോഷ്നി എവിടെയോ പെട്ടിരിക്കുകയാണെന്ന് നിശയ്ക്ക് മനസ്സിലായി. എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവള് പറയുന്നു. ഈ കണ്ണാടിയുടെ ബാക്കിലാണോ നീ? അതേന്ന് വീണ്ടും റോഷ്നി പറയുന്നു. താൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിശ മനസ്സിലാക്കിയെന്നറിഞ്ഞതോടുകൂടി റോഷ്നി ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. ഇനി തനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. നിശ പെട്ടെന്ന് ആ കണ്ണാടിയുടെ ബാക്കിലുള്ള ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് തന്റെ കഴുത്തിൽ കിടന്ന താക്കോൽ അവൾ കാണുന്നത്. ഇത് വെച്ചിട്ട് ഈ റൂം തുറക്കാൻ സാധിക്കുമായിരിക്കും. അവൾ ആ കീഹോള് ആ റൂം മുഴുവൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ ബുക്ക് ഷെൽഫിൽ അവസാനം ആ കീഹോള് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കീ എടുത്ത് ഹോളിലേക്ക് ഇടാൻ നേരത്ത് നിശ ഒരു നിമിഷം ചിന്തിക്കുന്നു. റോഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിക്രം അവളെ സ്വീകരിക്കും. അവസാനം എന്റെ ഗതി എന്താകും? താൻ വിക്രമിനെ വിട്ടു പോകേണ്ടി വന്നാലോ? അങ്ങനെ ഒരു നിമിഷം നിശ ചിന്തിച്ചതും റോഷിനിയെ താൻ രക്ഷിക്കാത്തത് നല്ലതെന്ന് അവൾക്ക് തോന്നുന്നു. അവൾ ആ ശ്രമം തന്നെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ടതും റോഷിനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അവള് തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി. റോഷിനി ആ റൂമിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ ബെഡ്റൂമിൽ താമസിക്കുന്നത് ശരിയല്ലാന്ന് തോന്നിയ നിശയാകട്ടെ സാധനങ്ങൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റി മറ്റൊരു ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വിക്രം വന്നു കഴിയുമ്പോൾ ഇവളിങ്ങനെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തതൊന്നും തന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ല. തന്നോട് ചോദിക്കാതെ എന്തിനാ ഇതൊക്കെ ചെയ്തെന്നും ചോദിക്കുന്നു. ആ റൂമിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നത് പറഞ്ഞില്ലേ? എനിക്ക് ആ റൂം തീരെ ഇഷ്ടപ്പെട്ടില്ല. നമുക്കിനി മുതൽ ഈ റൂമിൽ കിടക്കാമെന്നാണ് അവൾ പറയുന്നത്. നിശ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് വിക്രമിന് വിചിത്രമായി തോന്നി. പിറ്റേന്ന് വിക്രം ജോലിക്ക് പോയ സമയത്ത് കബീർ അവിടേക്ക് വരുന്നു. എന്നിട്ട് നിശയുടെ കയ്യിൽ ഒരു എൻവലപ്പ് കൊടുക്കുന്നുണ്ട്. വിക്രമിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഇത് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു. അവിടെ നിന്ന് പോകാൻ നേരം അവളുടെ കഴുത്തിൽ കിടന്ന ആ താക്കോലിന്റെ ലോക്കറ്റും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പോയ ശേഷം നിശ എൻവലപ്പ് തുറന്നു നോക്കിയതും ആകെ ഞെട്ടിപ്പോയി. വിക്രമും അവന്റെ ഫ്രണ്ടായ ആ മോഡലും ചേർന്നിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു അതെല്ലാം തന്നെ. അവർ തമ്മിൽ കിസ് ചെയ്യുന്നതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും എല്ലാം. റോഷ്നി സംശയിച്ച പോലെ തന്നെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് കണ്ടതും അവന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നിശ മനസ്സിലാക്കി. റോഷ്നിയോട് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയ അവളാകട്ടെ പെട്ടെന്ന് പോയി ആ താക്കോൽ ഉപയോഗിച്ച് റൂം തുറക്കുന്നു. അകത്തേക്ക് കടന്നപ്പോൾ ആ ബെഡിൽ റോഷ്നി ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവൾ ആകെ ക്ഷീണിച്ച് അവശയായിരുന്നു. റോഷ്നി എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തേക്ക് പോയി വിളിച്ചതും പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് റോഷ്നി അവളെ ആക്രമിക്കുന്നു. നിശ അവിടെ ബോധം കെട്ട് വീഴുന്നു. താക്കോലും എടുത്തുകൊണ്ട് റോഷ്നി പുറത്തിറങ്ങിയ ശേഷം ഡോർ പൂട്ടുകയും ചെയ്യുന്നു. അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബെഡ്റൂമിലെല്ലാം തന്നെ വിക്രമിന്റെയും നയോമിയുടെയും ചേർന്നിട്ടുള്ള ഫോട്ടോസ് കാണുന്നുണ്ട്. നിശയും അവന്റെ സത്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം റോഷ്നിക്ക് മനസ്സിലായി. അടുത്തതായിട്ട് റോഷ്നി ഒരു പ്ലാൻ ഇടുകയാണ്. അവൾ ആ ഫോട്ടോയും നിശയുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലസും എടുത്തിട്ട് അവിടുത്തെ കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുന്നു. വിക്രം അവിടേക്ക് വരുമ്പോൾ കാണുന്നത് അതായിരുന്നു. നിശ എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ്. അതേസമയം തന്നെ കബീറിന് ഒരു എൻവലപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റോഷ്നി അയച്ച ആ എൻവലപ്പിന്റെ പുറത്ത് ഹെൽപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുള്ളിൽ ആ താക്കോലിട്ടിരുന്ന ചെയിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിശയുടെ കഴുത്തിൽ കിടന്ന കാര്യം കബീർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിശയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നു. നിശയെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ റോഷ്നിയെ കാണാതായതിന്റെ കേസും നിശയെ കാണാതായതിന്റെ കേസും
എല്ലാം തന്നെ കബീറിന്റെ തലയിലായിരിക്കുന്നു. നിഷ അപ്പോഴും അടികൊണ്ട് ബോധമില്ലാതെ ആ രഹസ്യമുറിയിൽ കിടക്കുകയാണ്. രോഷ്നിയാകട്ടെ താനും വിക്രമുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ച സ്ഥിതിക്ക് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം വലിച്ചു കീറി കളഞ്ഞ ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നും കാറിൽ വേറെ എങ്ങോട്ടോ പോകുന്ന റോഷ്നിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ കാണുന്ന പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.